ഈ 10 കൊല്ലത്തെ അനുഭവം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നത് പോലെയാണോ? നമ്മൾ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ റവാസ് നാഗറിനെ പറ്റി പറഞ്ഞു. അത് പാവങ്ങളുടെ അനുഭാവമുള്ള ഒരു ഗവൺമെന്റായിരുന്നു. സാധാരണക്കാരുടെ അനുഭാവമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. വലിയ മൈതാനിയിൽ ഇറങ്ങി നിന്ന് എത്ര ആയിരക്കണക്കിന് സാധാരണക്കാരെ ഒരേ സമയം കാണാനും അവിടെ പെറ്റീഷൻ വാങ്ങാനും അതിൻ്റെ പുറത്ത് ഓർഡർ കൊടുക്കാനും കഴിയുന്ന മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. UDF ഉണ്ടായിരുന്നു. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, UDF ഭരണം വന്നാൽ അതേ സ്ഥിതി ഞങ്ങളിവിടെ തിരിച്ചു കൊണ്ടുവരും. ഒരു സംശയവും. കേരളത്തെ അതിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തി ജനങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ UDF സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മുടെ സമ്മേളനത്തിലേക്ക് കടന്നു വരികയാണ്. സംഘാടക സമിതിക്ക് വേണ്ടി അഭിനന്ദ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചങ്ങരംകുളത്ത് നടന്ന UDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണം മാറി വരുമ്പോഴും കേരളത്തെ ഇത്ര പുറകോട്ട് നയിച്ച സർക്കാർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും UDF ഭരണം തിരിച്ചെത്തുന്നതോടെ നാട് ഉയർച്ച കൈവരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 10 വർഷമായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നന്നമുക്ക് പഞ്ചായത്തും കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ എനിക്കറിയാൻ സാധിക്കും. അതിനുള്ള ഉറച്ച തീരുമാനവുമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കൂ എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ നിങ്ങളെല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഷൈൻ ഓഡിറ്റോറിയത്തിന് സമീപത്ത് നടന്ന പരിപാടിയിൽ MK അൻവർ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. അഷ്റഫ് കോക്കൂർ, PT അജയ് മോഹൻ, അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ, PP യൂസഫ് അലി, CM യൂസഫ്, നാഹിർ ആലുങ്ങൽ, ചങ്ങരംകുളം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അഷർ പെരുമുക്ക്, PT ഖാദർ, സുബൈർ കൊട്ടിലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. UDF പഞ്ചായത്ത് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ മുന്നേറ്റമുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CNTV ചങ്ങരംകുളം.